Hi friends, welcome back to another episode of kenzaTech's. My name is Rasal farhan. നമ്മളെല്ലാവരും ഒരു ദിവസം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതാണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരേ ഒരു ഉത്തരം വാട്സപ്പ് എന്നായിരിക്കും. നമ്മളിൽ മിക്ക ആളുകളും കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യുന്നത് വാട്സപ്പിലാണ്. ആദ്യകാലങ്ങളിലൊക്കെ വാട്സപ്പ് വെറും ചാറ്റിങ്ങിനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു എങ്കിൽ പിന്നീട് അത് ഒരു മീഡിയാസ് ആയാലും ഫയലുകളായാലും ഒക്കെ സെൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് വിപുലീകരിക്കപ്പെടുകയുണ്ടായി. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പിലൂടെ ഫോട്ടോസും വീഡിയോസും ഫയലുകളും എല്ലാം തന്നെ നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. നമ്മൾ വാട്സപ്പ് സ്ഥിരമായി യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും നമ്മുടെ ഫോൺ സ്റ്റോറേജിൻ്റെ ഒരു വലിയ ഭാഗം തന്നെ നമുക്ക് വാട്സപ്പിനായി മാറ്റിവെക്കേണ്ടതുണ്ട്. ഒരുപാട് ഫയലുകളും വീഡിയോസൊക്കെ നമ്മുടെ വാട്സപ്പിലേക്ക് വരുന്നുണ്ടാവും. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മുടെ സ്റ്റോറേജ് പെട്ടെന്ന് ഫുള്ളായി പോകുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അതിനു വേണ്ടിയുള്ള ഒരു പുതിയ അപ്ഡേഷൻ വാട്സപ്പ് തന്നിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതുപോലെ നമ്മളൊരാൾക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും നമ്മുടെ പണ്ടത്തെ ഗ്രൂപ്പുകളൊക്കെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിരത്തി മെസ്സേജുകൾ കാണാൻ സാധിക്കും. ഒരുപാട് മെസ്സേജുകൾ. നമ്മൾ എന്ത് ചെയ്യണം? ഈ മെസ്സേജുകൾ ഫുള്ളാവുന്ന സമയത്തൊക്കെ നമ്മൾ ക്ലിയർ ചാറ്റ് അടിക്കലാണ് പതിവ്. എന്നാൽ വാട്സപ്പിൽ അതിനും പകരം ഒരു പുതിയ അപ്ഡേഷൻ നൽകിയിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് ഈ രണ്ട് അപ്ഡേഷൻ എന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങളിതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ വീഡിയോക്കതായ ഒരു ചുവന്ന കളർ സബ്സ്ക്രൈബ് ബട്ടൺ കാണാൻ സാധിക്കും. ജസ്റ്റ് ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള നല്ല ടെക്നോളജി അപ്ഡേഷൻസ് ഉടനടി നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ആദ്യത്തെ അപ്ഡേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പ് ഡിസപ്പിയറിംഗ് മെസ്സേജ്. ആ ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളൊരാൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ 7 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു മെസ്സേജ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൊബൈലിൽ നിന്ന് ഡിലീറ്റായി പോകും. ആ ഒരു സിസ്റ്റമാണ്. അത് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഏതെങ്കിലും ഒരു വാട്സാപ്പ് ചാറ്റ് എടുക്കാം. നമുക്ക് ഗ്രൂപ്പുകളിലാണെങ്കിലും ഇത്തരത്തിൽ സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. പക്ഷേ ഗ്രൂപ്പുകളിൽ അതിനൊരു പരിമിതിയുണ്ട്. ഗ്രൂപ്പിൽ നമ്മൾ അഡ്മിൻ ആയിരിക്കുന്ന സമയത്ത് മാത്രമേ ഗ്രൂപ്പിൽ വാട്സാപ്പ് ഡിസപ്പിയറിംഗ് മെസ്സേജ് ഓൺ ചെയ്ത് വെക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. പേഴ്സണലായിട്ട് നമ്മൾ ചാറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഇത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമ്മളൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത് കുറച്ചുകൂടി ഒന്ന് വിപുലീകരിക്കപ്പെടേണ്ടതുണ്ട്. നമ്മൾ ടെലിഗ്രാമിലൊക്കെ നമ്മൾ മെസ്സേജുകളിൽ ടൈം സെറ്റ് ചെയ്ത് വെക്കാം. 1 സെക്കൻഡ് 2 സെക്കൻഡ് അല്ലെങ്കിൽ മിനിറ്റുകൾ ടൈം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അയച്ച മെസ്സേജ് ആ ഒരു ടൈം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഡിലീറ്റ് ആയി പോകും. പക്ഷേ ഇവിടെ വാട്സപ്പിൽ നൽകിയിരിക്കുന്ന അപ്ഡേഷൻ എന്ന് പറയുന്നത് 7 ദിവസമാണ്. 7 ദിവസം കഴിഞ്ഞാലേ അത് ഡിലീറ്റ് ആവുകയുള്ളൂ. അത് നമുക്ക് തോന്നുന്നു അടുത്ത അപ്ഡേഷനിൽ അത് ശരിയാവുമായിരിക്കും. കൂടുതൽ ഫ്യൂച്ചറുകൾ അവൈലബിൾ ആവുമായിരിക്കും, നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു ഫ്യൂച്ചർ എങ്ങനെ എനേബിൾ ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഏതെങ്കിലും ഒരു വാട്സാപ്പ് ചാറ്റ് എടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു ഇവിടെ നമ്മൾ പ്രസ് ചെയ്യുക. പ്രൊഫൈൽ പിക്കിൻ്റെ ആ ഒരു ഭാഗത്ത് നമ്മൾ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഡിസപ്പിയറിംഗ് മെസ്സേജസ് എന്ന്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ളൊരു ഇൻ്റർഫേസ് കാണാം. അവിടെ ഓൺ എന്നും ഓഫ് എന്നും ഉണ്ടാവും. അതിൽ നമ്മൾ ഓൺ പ്രസ് ചെയ്യാം. ഓൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ അവിടെ എന്താവും, നമ്മൾ ആരുടെ ഫോണിലാണോ ആരുടെ ചാറ്റിലാണോ നമ്മൾ ആ ഒരു ഡിസപ്പിയറിംഗ് മെസ്സേജ് സെറ്റ് ചെയ്ത് വെച്ചത് അവരുടെ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ പോകും. ഇത്തരത്തിൽ ഡിസപ്പിയറിംഗ് മെസ്സേജ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ പോകും. അതിനുശേഷം നമ്മൾ ഇത്തരത്തിൽ എന്ത് മെസ്സേജുകൾ അതിലേക്ക് അയച്ചു കഴിഞ്ഞാലും അത് ഉടനെ തന്നെ 7 ദിവസങ്ങൾക്ക് ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ വളരെ യൂസ്ഫുള്ളായൊരു ഫ്യൂച്ചറാണ്. എന്നാലും കുറച്ചുകൂടെ ഒന്ന് അപ്ഡേഷൻസ് വരേണ്ടതുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പിൽ ഒരുപാട് മെസ്സേജുകളൊക്കെ കാണുന്നതിന് പകരം ഒരാഴ്ച കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരാഴ്ചക്ക് മുമ്പുള്ള മെസ്സേജുകൾ ഡിലീറ്റ് ആയി പോകുക എന്ന് പറയുന്നത് വലിയ ഉപകാരമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഫ്യൂച്ചറാണ് ഇത്. ഇനി നമുക്ക് രണ്ടാമത്തെ ഫ്യൂച്ചർ എന്താണെന്ന് നോക്കാം. നമ്മുടെ വാട്സപ്പിൽ ഒരുപാട് സ്റ്റോറേജ് പ്രശ്നങ്ങൾ അനുഭവപ്പെടാറുണ്ട്. നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മീഡിയാസ്, അതിനൊക്കെ പുറമെ ഫോർവേഡഡ് മെസ്സേജസ് ഒരുപാട് നമ്മുടെ ഫോണിലേക്ക് വരും. അതുപോലെ ഇപ്പോൾ ഒരുത്തൻ അയച്ച മെസ്സേജ് അതേ മെസ്സേജ് തന്നെ മറ്റൊരുത്തനെ നമുക്ക് അയച്ചു തരും. അത്തരത്തിൽ പല പ്രശ്നങ്ങളും നമ്മുടെ വാട്സപ്പിൽ അനുഭവപ്പെടാറുണ്ട്. ഇതൊക്കെ തന്നെ സ്റ്റോറേജ് പ്രശ്നങ്ങൾക്കും കാരണമാവാറുണ്ട്. അപ്പോൾ സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ള ഒരു അപ്ഡേഷനാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടി നമ്മുടെ വാട്സപ്പിൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ സാധിക്കും സ്റ്റോറേജ് ആൻഡ് ഡാറ്റ. അവിടെ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ ഇല്ലാത്ത ഒരു പുതിയതായിട്ടൊരു ഓപ്ഷൻ അവിടെ കാണാൻ സാധിക്കും, മാനേജ് സ്റ്റോറേജ് എന്ന്. അവിടെ നമുക്ക് നോക്കിയാൽ കൃത്യമായിട്ട് കാണാം നമ്മുടെ വാട്സപ്പ് എത്രമാത്രം സ്റ്റോറേജ് യൂസ് ചെയ്യുന്നുണ്ട് എന്ന്.
അതിനുശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും 5 MB മുകളിൽ MB വരുന്ന വീഡിയോസും ഫോട്ടോസും ഒക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 5 MB മുകളിലുള്ള എന്തൊക്കെ സാധനമുണ്ടോ അതൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അത് നമുക്ക് ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് അവിടെ നിന്ന് തന്നെ ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് അവിടെ പ്രസ് ചെയ്ത് കഴിയുന്ന സമയത്ത് തന്നെ ഇപ്പുറത്ത് സ്റ്റാർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു സ്റ്റാർ പ്രസ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു ഇത് പ്രസ് ചെയ്തു സെലക്ട് ഓൾ കൊടുത്തു ഡിലീറ്റ് അടിക്കുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരു ടിക്ക് ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. ഡിലീറ്റ് സ്റ്റാർട്ടഡ് ഐറ്റംസ് എന്ന് നമുക്കിവിടെ ചോദിക്കുന്നുണ്ട്. അത് ടിക്ക് കൊടുത്താൽ മാത്രമേ ആ സ്റ്റാർ ചെയ്ത സംഭവം എന്താവുകയുള്ളൂ, ഡിലീറ്റ് ആവുകയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഫോർവേഡഡ് മെനി ടൈംസ് എന്ന്. അതായത് നമ്മുടെ ഫോണിലേക്ക് വന്ന ഫോർവേഡ് മെസ്സേജസ് ഒക്കെ ഇവിടെ നമുക്ക് ഒരു ഇതിൽ കാറ്റഗറി ആയിട്ട് തരംതിരിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഫോർവേഡഡ് മെസ്സേജസ് മുഴുവനും അതിൽ നിന്ന് നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്യാനും സ്റ്റാർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ ഓരോ ചാറ്റ്സിലും നമുക്ക് എത്രമാത്രം MB അത്യാവശ്യമായിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ എത്ര MB അത്യാവശ്യമായിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം MB അതിൽ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്കിവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അതിലൊക്കെ പോയിക്കൊണ്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാനും ഇതാക്കാനും അവിടുത്തെ മീഡിയാസും ഫയലുകളൊക്കെ അവിടെ കാണിക്കുന്നതാണ്. നമുക്ക് അവിടുന്ന് ഡിലീറ്റ് ചെയ്യാനും ഇതാക്കാനൊക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള 2 അപ്ഡേഷൻസാണ് ഇപ്പോൾ വാട്സപ്പിൽ വന്നിരിക്കുന്നത്. അതുപോലെ വാട്സപ്പ് പേയ്മെൻറ്റ് വന്നിട്ടുണ്ട്. അത് മിക്ക ഫോണുകളിലും എത്തിയിട്ടില്ല. എല്ലാവരുടെയും ഫോണിൽ എത്തിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ വരുന്നതായിരിക്കും, പ്രതീക്ഷിക്കാം നിങ്ങൾക്ക്. അപ്പോൾ എന്തുകൊണ്ടും യൂസ്ഫുൾ ആയിട്ടുള്ള ഈ 2 അപ്ഡേഷൻസ് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള മറ്റു നല്ല കിഡിൽ അപ്ഡേഷൻസും കാര്യങ്ങളുമൊക്കെ ആയിക്കൊണ്ട് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ ഗുഡ് ബൈ.